നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈസ്റ്ററുമായി ബന്ധപ്പെട്ട ആശംസകളുമായി ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. ആ വീഡിയോയിലെ വാക്കുകൾ ഇപ്രകാരമാണ്: ചാട്ടവാറിനടിച്ചു, കുന്തത്താൽ കുത്തി, കുരിശിലേറ്റി, ഉയർപ്പില്ലാതെ പോകില്ലൊരു കുരിശേറ്റവും, രക്തം വീണ മണ്ണിൽ ജീവൻ മുളയ്ക്കാതെയും പോകില്ലല്ലോ. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹം നിറഞ്ഞ ഈസ്റ്റർ ദിനാശംസകൾ. എല്ലാവരും സന്തോഷമായിരിക്കുമെന്നായിരുന്നു രാഹുലിൻ്റെ വാക്കുകൾ. അതായത് യേശുക്രിസ്തുവിനെ ചാട്ടവാറിനടിച്ചു, കുന്തത്താൽ കുത്തുകയുണ്ടായി, അദ്ദേഹത്തെ എല്ലാവരും ചേർന്ന് കുരിശിലേറ്റി. പക്ഷെ അദ്ദേഹം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതായത് തന്നെയും ഈ സമാനമായി ഇത്തരത്തിൽ ചാട്ടവാറിനടിക്കുകയാണ്, കുന്തത്താൽ കുത്തുകയാണ്, കുരിശിലേറ്റുകയാണ് എല്ലാവരും കൂടി. പക്ഷേ ഉയർപ്പില്ലാതെ പോകില്ലല്ലോ ഒരു കുരിശേറ്റവും. തന്നെ കുരിശിലേറ്റിയെങ്കിൽ തനിക്കൊരു ഉയർപ്പുണ്ടാകുമെന്ന പ്രതീക്ഷയോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിലൊരു ഈസ്റ്റർ ആശംസകൾ പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴെ നിരവധി പേർ കമൻറ്റുകൾ കുറിച്ചിട്ടുണ്ട്. അതായത് 84 മുതൽ 102 സീറ്റ് വരെ നേടി UDF അധികാരത്തിൽ വരും, അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നവരുണ്ട്. ഉദിച്ചുയരുക തന്നെ ചെയ്യും, കാലം അയാളോട് നീതി കാണിക്കുന്ന ഒരു നാൾ വരിക തന്നെ ചെയ്യും, പാവം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് മറ്റൊരു വ്യക്തി കുറിക്കുന്നു. മാത്രമല്ല, രക്തം വീണ മണ്ണിൽ ജീവൻ മുളയ്ക്കാതെയും പോകില്ലല്ലോ, ഈ വാചകം കിടുവായി. അതായത് കുട്ടികളെ അബോർട്ട് ചെയ്ത താങ്കൾ തന്നെ ഇത്തരത്തിലൊരു വാക്ക് പറയണം എന്ന ഒരു വിമർശന കമൻറ്റ് കൂടിയുണ്ട്. മാത്രമല്ല, അതായത് നിങ്ങൾ ഒരു കൊടുങ്കാറ്റായി തന്നെ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നു ഞങ്ങൾ. മാത്രമല്ല, രക്തം വീണ മണ്ണിൽ ജീവൻ മുളയ്ക്കാതെയും പോകില്ലല്ലോ, ഇത് നിങ്ങൾ തന്നെ പറയണം എന്നതടക്കമുള്ള വിമർശനം ഉയരുന്നുണ്ട്. ഇനി ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാലം, രാഹുലിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഉടനെ ഉണ്ടാകുമെന്നതടക്കമുള്ള കമൻറ്റുകളാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴെ വരുന്നത്. അതേസമയം ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ വിമർശിച്ച് മറ്റൊരു വ്യക്തി പങ്കുവച്ചിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അതുകൂടി നമ്മൾ നോക്കാൻ പോവുകയാണ്. വെളുപ്പിക്കുന്ന ഒരുത്തൻ ഇന്നും ഇറങ്ങിയിട്ടുണ്ട്. ഇത്തവണ യേശുക്രിസ്തുവായിട്ടാണ് സ്വയം താരതമ്യം ചെയ്തിരിക്കുന്നത്. മാലോകരുടെ പാപങ്ങൾ ഏറ്റെടുത്ത് കുരിശിലേറ്റപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റതിൻ്റെ ഓർമ്മയായിട്ടാണ് ഈസ്റ്റർ ആഘോഷിക്കുന്നത്. അല്ലാതെ നാട് നീളെ പെണ്ണ് കേസിൽപ്പെട്ട് കേരള പോലീസ് പൊക്കുമെന്ന് പേടിച്ച് കാട്ടിൽ ഒളിച്ചിരുന്ന് അവസാനം തൂക്കി ജയിലിട്ട് ജാമ്യത്തിൽ ഇറങ്ങിയതുപോലെയുള്ള സംഗതി അല്ലെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായിരുന്നു എന്ന രീതിയിലാണ് മറ്റൊരു വിമർശനം. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ തീർച്ചയായിട്ടും കുരിശിലേറ്റി ചാട്ടവാറിനടിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു രണ്ടാമതൊരു അർത്ഥം കൂടിയുണ്ട്. താനും കുരിശിലേറ്റപ്പെടുകയാണ് എന്ന തരത്തിലൊരു അർത്ഥം കൂടിയുണ്ട്. അതിനെ ഒരു വശത്ത് ചിലർ അംഗീകരിക്കുന്നു, നിങ്ങളുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ മറുവശത്ത് അത് എന്തിൻ്റെ വിമർശനവുമായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും നിർണായകമായൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ചിരിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ, അതായത് മെഡിക്കൽ കോളേജിലുണ്ടായ പൊട്ടിത്തെറി, അതിന് പിന്നാലെ ചില രോഗികൾ മരിക്കുന്ന സാഹചര്യമുണ്ടായി. ആ വിഷയത്തിൽ മുഖ്യമന്ത്രി അത് രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്താണ് രാഹുൽ പറഞ്ഞതെന്ന് നമുക്ക് വിശദമായി നോക്കാം. കോവിഡിന്റെ കാലത്ത് PR ഒരുപാട് ചെയ്തുവെങ്കിലും പുതിയ കണക്കുകൾ പ്രകാരം എന്താണ് തെളിയിക്കുന്നത്? ഈ രാജ്യത്ത് ഏറ്റവും അധികം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രണ്ടാമത്തെ സംസ്ഥാനം കേരളമാണ്. ഈ രാജ്യത്ത് ഏറ്റവും അധികം കോവിഡ് ഡെത്തുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനം കേരളമാണ്. ഈ രാജ്യത്ത് ഏറ്റവും അധികം കോവിഡ് ഡെത്തുകൾ മറച്ചു വെച്ച സംസ്ഥാനവും കേരളമാണ്. അവിടെയാണ് ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് പുതിയ 16 മെഡിക്കൽ കോളേജ്, അതിൻ്റെ പാലക്കാട്ടെ മെഡിക്കൽ കോളേജ്, പത്തനംതിട്ടയിലെ കോന്നി മെഡിക്കൽ കോളേജ് അടക്കമുള്ള 16 പുതിയ മെഡിക്കൽ കോളേജുകൾ കൊണ്ടുവന്നൊരു സർക്കാർ. ആ സർക്കാരിൻ്റെ മെഡിക്കൽ കോളേജുകളെ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് കൊണ്ടുവന്നു എന്നതിൻ്റെ പേരിൽ മാത്രം അട്ടിമറിച്ച സർക്കാരല്ലേ നിങ്ങളുടേത്? ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ വായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഗ്നിബാധയെ തുടർന്ന് 5 പേർ ദാരുണമായി കൊല ചെയ്യപ്പെട്ട സംഭവം. അഗ്നിബാധ ഉണ്ടായപ്പോൾ പെട്ടെന്ന് മറ്റൊരു മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യുവാൻ പറ്റിയിരുന്നുവെങ്കിൽ ആ രോഗികൾ കൊല്ലപ്പെടുമായിരുന്നില്ല. തിരുവനന്തപുരത്ത് ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നതാണല്ലോ. അതിന്റെ കെട്ടിടത്തിന്റെ നിർമ്മാണവും അതുപോലെ തന്നെ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ അംഗീകാരവും എല്ലാം പൂർത്തീകരിച്ചിട്ടും ഉമ്മൻചാണ്ടി സാർ കൊണ്ടുവന്നു എന്നതിന്റെ ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് അത് തുറന്നു കൊടുക്കാത്ത സർക്കാരല്ലേ പിണറായി വിജയന്റെ സർക്കാർ? നിങ്ങളല്ലേ ആ 5 കൊലപാതകങ്ങൾക്ക് ഉത്തരവാദികൾ? ഈ സർക്കാരിൻ്റെതായ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശവാദം നാഷണൽ ഹൈവേ ആണ്. തള്ളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും പാറശാലയ്ക്ക് അപ്പുറവും മഞ്ചേശ്വരത്തിന് ഇപ്പുറവും ദേശീയപാതയില്ല, ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്ന്. ദേശീയപാത നിർമ്മാണത്തിൽ സംസ്ഥാന സർക്കാരിന് യാതൊരു പങ്കുമില്ല. ആ മുതൽ ക്ഷ വരെ ചെയ്യുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. ഇതെന്റെ വാക്കുകളല്ല. 22/5/2025 ഹൈവേ തകർന്നപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞ വാക്കുകളാണ്. ഊളിമാട് പാലം തകരുമ്പോൾ കാറ്റിന്റെ കുഴപ്പം, കരാറുകാരന്റെ കുഴപ്പം. ചെറിയൊരു കലിങ്ക് കെട്ടിയാൽ എന്റെയും എന്റെ റിയാസിന്റെയും ക്രെഡിറ്റ് എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ തന്നെ വാചകങ്ങളാണിത്. നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ്, ഈ സർക്കാരിന്റെ കാലത്താണത്രേ ഭൂമി ഏറ്റെടുക്കുവാൻ കഴിഞ്ഞത്. മുൻ സർക്കാർ അത് പൂട്ടിപ്പോയിരുന്നു അത്രേ. യാഥാർത്ഥ്യം എന്താണ്? 2013 ശ്രീ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ്
ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ന്യായമായ കോമ്പൻസേഷൻ കൊടുക്കുന്ന പുതിയ ഒരു നിയമം ഈ രാജ്യത്ത് കൊണ്ടുവരുന്നത്. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് 2014 തൊട്ട് ഇങ്ങോട്ടാണ് ന്യായ വില കിട്ടി തുടങ്ങിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ ഭൂമി കൊടുക്കുവാൻ തയ്യാറായത്. ഇനിയൊന്ന് പറയട്ടെ, കോഴിക്കോട് അടക്കം പാലക്കാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ ദേശീയ ഹൈവേക്കെതിരായിട്ട് ഏറ്റവും അധികം സമരം ചെയ്തവരാണ് നിങ്ങളല്ലേ. ദേശീയ ഹൈവേക്കെതിരായിട്ട് സമരം ചെയ്ത മുരളിയെ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ചെയർമാനാക്കിയ പാർട്ടിക്കാരല്ലേ നിങ്ങൾ? ഈ സർക്കാരിന്റെ മറ്റൊരു നേട്ടമായി പറയുന്നത് ഗെയിൽ വാതക പൈപ്പ് ലൈൻ നടപ്പിലാക്കിയെന്നാണ്. ഗെയിൽ ഭൂമിക്കടിയിലെ വാതക ബോംബ് എന്ന് മുദ്രാവാക്യം വിളിച്ച് സമരം ചെയ്ത പി രാജീവാണെന്ന് കേരളത്തിന്റെ വ്യവസായ മന്ത്രി എന്നുകൂടി ആലോചിച്ചിട്ട് വേണം സർക്കാർ അങ്ങനൊരു അവകാശവാദം മുന്നേറ്റാൻ. രാജീവിനെ പറ്റി പറഞ്ഞപ്പോഴവർക്ക് ഈ സർക്കാരിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടമായി പറയുന്നത് കേരളത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് 5 ലക്ഷം പുതിയ സംരംഭങ്ങൾ തുടങ്ങിയെന്നാണ്. അതിന്റെ കണക്ക് നമുക്ക് നോക്കാം. കേരളത്തിൽ ആകെയുള്ളത് 941 ഗ്രാമപഞ്ചായത്തുകളാണ്. അങ്ങനെ നോക്കുമ്പോൾ ആകെ 5 ലക്ഷം വ്യവസായ സംരംഭങ്ങൾ വരണമെങ്കിൽ ഒരു പഞ്ചായത്തിൽ 531 പുതിയ സംരംഭങ്ങൾ തുടങ്ങണം. ഇനി നിങ്ങൾ പറയൂ, നിങ്ങളുടെ പഞ്ചായത്തിൽ ഈ 5 വർഷം കൊണ്ട് വന്ന പുതിയ ആ 531 വേണ്ട, 500 വേണ്ട, 200 പുതിയ സംരംഭങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾക്കൊന്ന് പറയാൻ കഴിയുമോ? വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തിയെന്നാണ് നിങ്ങൾ പറയുന്ന മറ്റൊരു അവകാശവാദം. 2016 1 കിലോ അരിയുടെ വിലയും 2026 1 കിലോ അരിയുടെ വിലയും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ 30 രൂപയുടെ വ്യത്യാസമെങ്കിലും ഏറ്റവും ചുരുങ്ങിയതുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം വിലക്കയറ്റത്തെ പറ്റി ബാക്കിയുള്ള റോക്കറ്റ് സയൻസുകളെല്ലാം നിങ്ങൾ പറയാനായിട്ട്. ഈ സർക്കാരിന്റെ കൊള്ളരുതായ്മകൾ പറയാനാണെങ്കിൽ ഒരു വലിയ പട്ടിക തന്നെയുണ്ട്. പറയാൻ ഒരു ദിവസമൊന്നും മതിയാകാതെ വരും 10 വർഷത്തെ ദുരിത ജീവിതം. പക്ഷെ അത് പറയേണ്ടുന്ന കാര്യമില്ല. ബസ്സിന്റെ പുറത്ത് നിങ്ങൾ എത്രയൊക്കെ സ്റ്റിക്കർ PRDയുടെ ഒട്ടിച്ചു വെച്ചാലും ബസ്സിനകത്ത് യാത്ര ചെയ്യുന്ന മനുഷ്യന്മാർക്ക് അറിയാമല്ലോ കഴിഞ്ഞ 10 വർഷക്കാലമായി അവർ അനുഭവിക്കുന്ന സത്യമായ ജീവിതത്തെപ്പറ്റി. ഇതുപോലെയുള്ള വ്യാജ വാഗ്ദാനങ്ങളുടെ, ഇതുപോലെയുള്ള വ്യാജ അവകാശവാദങ്ങളുടെ കോടാനുകോടികൾ മുടക്കിയിട്ടുള്ള PR തട്ടിപ്പുകളുടെ കാലമായിരുന്നില്ല ഉമ്മൻചാണ്ടി സാറിന്റെ കാലം. നിങ്ങൾ എത്ര വേട്ടയാടിയിട്ടും, നിങ്ങൾ എത്രയൊക്കെ കടന്നാക്രമിച്ചിട്ടും ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി, ഈ നാടിന്റെ ക്ഷേമത്തിന് വേണ്ടി, ഈ നാട്ടിലെ മണ്ണിനെയും മനുഷ്യനെയും ചേർത്ത് പിടിക്കുവാൻ വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ച ആ മനുഷ്യനെ പറ്റി ആ കല്ലറയിൽ എഴുതിയിരിക്കുന്ന വാചകം മാത്രമേ ഓർമ്മപ്പെടുത്തുവാനുള്ളൂ. സത്യമായും ആ മനുഷ്യൻ നീതിമാനായിരുന്നു.